السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എല്ലാ വിശ്വാസികൾക്കും സന്തോഷമാണെന്ന് കരുതുകയാണ്, സന്തോഷത്തിനായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാ ആളുകൾക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസമാണ് തീരാത്ത കടങ്ങൾ. ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ജോലികളില്ല, ഒരുപാട് കടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രയാസങ്ങൾ. ചില ആളുകൾക്ക് മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട്, വീട് പണിയുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ പല പ്രയാസങ്ങൾ കൊണ്ട് കടങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും വിളിച്ചു ചോദിക്കുന്നത് എങ്ങനെയാണ് കടങ്ങളിൽ നിന്ന് രക്ഷ നേടുക. ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയ ഒരവസ്ഥ പോലും വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, ഒരു പരിഹാരം വേണം. എല്ലാ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യനാകുന്ന നമുക്ക് കഴിയുന്ന എന്ത് ജോലിയാണോ ആ ജോലിയെടുത്ത് ഇസ്സത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വന്തം അധ്വാനം കൊണ്ട് അവൻ ജോലി ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും അഭിമാനമുള്ള ഒരു ജീവിതം മറ്റൊരു ഒന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവുകളിൽ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ ജോലി നാം ചെയ്യുക. എല്ലാ ആളുകളുടെയും എല്ലാ കടങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് പരസ്പരം ദുആ ചെയ്യാം. നമുക്ക് എല്ലാ ആളുകൾക്കും ഖൈർ നൽകട്ടെ. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മഹാന്മാര് പഠിപ്പിക്കുന്ന കടം വീടിക്കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്, മഹാന്മാര് പറയുന്നു, എല്ലാ സുബഹി നിസ്കാര ശേഷവും ഒരു ദിക്ർ, ആ ദിക്ർ 100 പ്രാവശ്യം ഒരാൾ നിത്യമാക്കിയാൽ അദ്ദേഹത്തിന് കുന്നുകൂടിയ കടങ്ങളുണ്ടെങ്കിലും അള്ളാഹു എളുപ്പത്തിൽ ആ കടങ്ങൾ വെട്ടിക്കൊടുക്കും എന്നുള്ളതാണ്. ഏതാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ ദിക്ർ എല്ലാ സുബഹി നിസ്കാര ശേഷവും 100 പ്രാവശ്യം പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഇത്രയും പ്രശ്നമുള്ള ആളുകൾ, അവരുടെ ഈ ഓതുമ്പോഴുള്ള കരുത്ത് എന്ന് പറയുന്നത് കടം വീടാൻ എന്നുള്ള ഉദ്ദേശം കൊണ്ട് നാം ചൊല്ലാതിരിക്കുക. നേരെ മറിച്ച് അള്ളാഹുവിലേക്ക് മനസ്സിനെ അടുപ്പിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ നീക്കണമെന്ന് കരുതിക്കൊണ്ട്, എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറന്നു തരണമെന്ന് കരുതിക്കൊണ്ട് നാം ഈ ദിക്ർ ചൊല്ലുക. ആദ്യമായിട്ട് മനസ്സ് ക്ലിയർ ആക്കിക്കൊണ്ട്, ജനങ്ങളുമായിട്ടുള്ള അടുപ്പങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, കുടുംബത്തിൽ സമാധാനപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ എല്ലാം ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാകും. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ ആ ദിക്റുകളും, പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിയ, ഒരാളും മറക്കാതെ കുടുംബങ്ങളിൽ എല്ലാ ആളുകളും, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളും അല്ലാത്തവരും സൂറത്തുൽ വാഖിയ നിർബന്ധമായിട്ടും ദിവസവും ഓതുക. അള്ളാഹു ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരും. എല്ലാ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ ആളുകളും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.